RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനുഷ്യർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന റയൽ മഡ്രിഡിന്റെ ആദ്യ മത്സരത്തെ കുറിച്ചാണ്. റയൽ മഡ്രിഡ് എസ്പാനിയോളായിട്ടുള്ള ആദ്യ മത്സരം എവേ മത്സരമായിരുന്നു. മത്സരം അടിപൊളിയായിട്ട് റയൽ മഡ്രിഡ് കളിച്ചു എന്നൊന്നും പറയാൻ ഞാനില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ കളി കണ്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റും. 2-1 കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. അത്രമാത്രമുള്ള ഇമ്പാക്ട് ഉള്ള കളിയാണ് റയൽ മഡ്രിഡിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള കാര്യമാണ്. 90-ാം മിനിറ്റിന് ശേഷം ജോസ് മൊറേനയുടെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട്, പുതിയ സൈനിങ് ആയ SP-യുടെ ആ ഒരൊറ്റ ഗോള് ആ സമയത്ത് പിറന്നില്ലായിരുന്നെങ്കിൽ, അതും എസ്പാനോളിന്റെ ഗോൾ കീപ്പറുടെ ഒരു ചെറിയ മിസ്സിങ്, അവരുടെ ഡിഫൻസിന്റെ കൺഫ്യൂഷൻ കാര്യങ്ങളായതുകൊണ്ട് വീണ് കിട്ടിയ ഒരു ഗോള്. മൊത്തത്തിൽ പറഞ്ഞാൽ കളി റയൽ മഡ്രിഡ് കഴിഞ്ഞ സീസണിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവിടെ തന്നെയാണ് നിൽക്കുന്നതെന്ന് പറയാം. ജോസ് മറീനയുടെ പുതിയ കോച്ചിന്റെ കീഴിൽ റയൽ മഡ്രിഡ് ഒരുപാട് പ്രതീക്ഷയിൽ ഇറങ്ങിയ മത്സരമാണ്. പക്ഷെ മത്സരത്തിൽ അത്രമാത്രം ഇമ്പാക്ട് ഫസ്റ്റ് തുടങ്ങിയപ്പോൾ തന്നെ 10 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ ഒരു അർദ്ധഗോളാറിന്റെ ഒരു ഫ്രീ കിക്കിൽ ഒരു കിടിലൻ ക്രോസിൽ ബെല്ലിംഗ്ഹാമിന്റെ ഒരു കിടിലൻ ഹെഡറിലൂടെ റയൽ മഡ്രിഡ് മുന്നിലെത്താണ്. പിന്നെ ശേഷം കിടിലൻ ചാൻസുകളൊക്കെ അറ്റംപ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എസ്പാനോള് കളി നിയന്ത്രിക്കാൻ തുടങ്ങി. എന്താ കാരണം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ നോക്കി തന്നെ 4-4-2 സ്റ്റാർട്ടിങ്ങിലൂടെ റയൽ മഡ്രിഡ്. അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ 1-1, 2-2 എന്നായിരുന്നു സ്കോറുകളിൽ എസ്പാനോളായിട്ടുള്ള ഹെവേ ഹോം മത്സരങ്ങളിൽ റയൽ മഡ്രിഡ് സമനിലയിൽ പിരിഞ്ഞത്. അപ്പൊ അതുകൊണ്ടായിരിക്കും ജോസ് മറീനോ സ്പാനോളുടെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് അവിടെ വിജയിക്കാൻ കുറച്ച് കടുകട്ടിയാന്നുള്ള കാര്യം അറിയാം റയലിന്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ഫോർമേഷനിൽ കളിച്ചത്. മിഡ്ഫീൽഡ് ആയി കഴിഞ്ഞാൽ അർദ്ധഗുലർ ഉണ്ടായിരുന്നു, പുതിയ സൈനിങ് ആയ ബെർണാർഡോ സിൽവ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ബെല്ലിംഗ്ഹാമും വാൽവേർഡെ ആയിരുന്നു കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോ വിനീഷ്യസും അതേപോലെ തന്നെ എംബാപ്പെ ആയിരുന്നു. വിനീഷ്യസ് നില ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു യെല്ലോ കാർഡ് കിട്ടി, രണ്ടാമത്തെ യെല്ലോ കാർഡിന് വേണ്ടിയിട്ട് ഡൈവ് ചെയ്തു. ആ ഭാഗ്യം കൊണ്ടാണ് യെല്ലോ കാർഡ് കിട്ടാതെ പെനാൽറ്റി ബോക്സിൽ ചാടിയതിന് ആ ഒരു യെല്ലോ കാർഡ് പെനാൽറ്റി വിധിക്കുന്നു. പിന്നെ വാർ ചെക്ക് ചെയ്യുന്നു, അത് ഡൈവാന്ന് മനസ്സിലാവുന്നു. ഭാഗ്യം കൊണ്ടാണ് യെല്ലോ കാർഡ് കിട്ടാണ്ടിരുന്നത്. യെല്ലോ കാർഡ് കിട്ടുകയാണെങ്കിൽ രണ്ടാമത്തെ യെല്ലോ കാർഡ് റെഡ് കാർഡ് കിട്ടിയിട്ട് പോകേണ്ട വിനീഷ്യസ് ജൂനിയറാണ്. അതേപോലെ എംബാപ്പെ കളിക്കുന്നുണ്ടായെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ കണ്ടില്ല. 1-2 കിക്ക് എടുക്കുന്നത് കണ്ടു, അല്ലാതെ വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. മൊത്തത്തിൽ അറ്റാക്ക് നോക്കി അത് പറഞ്ഞാൽ ഇന്നലെ എനിക്ക് തോന്നുന്നു ആ ഒരു ഫോർമേഷൻ തന്നെ ബെർണാർഡോ സിൽവ എടുത്ത് പറയേണ്ട കാര്യമാണ്. പുതിയ സൈന്യങ്ങൾ കളിച്ച എല്ലാ പ്ലെയേഴ്സും ഇറങ്ങി. പക്ഷെ എന്നെ കുറച്ചുകൂടെ ഇംപ്രസ് ചെയ്ത പ്ലെയർ ചങ്ങായി തന്നെയാണ്. പിന്നെ ബെല്ലിംഗ്ഹാമിന്റെ കാര്യം, ബെല്ലിംഗ്ഹാം കഴിഞ്ഞ വേൾഡ് കപ്പിൽ എവിടെയാണ് നിർത്തിയത് അതിന്റെ ബാക്കി, അല്ലെങ്കിൽ കഴിഞ്ഞ റയൽ മഡ്രിഡിൽ അവസാനം കളിച്ചുകൊണ്ടിരുന്ന എന്താണ് ആ ഒരു ബാക്കി കളി തന്നെയാണ്, കിടിലൻ കളി എന്ന് പറയാം. അതേപോലെ തന്നെ ബെർണാർഡോ സിൽവ ഞങ്ങളുടെ സ്ഥിരമായിട്ടുള്ള പൊസിഷൻ കളിക്കുന്ന ആ ഒരു വിങ്ങർ റോളിൽ, അല്ലെങ്കിൽ മിഡ്ഫീൽഡിൽ കുറച്ചുകൂടെ വിങ്ങിലേക്ക് ഇറങ്ങി കളിക്കുന്ന റോളിലല്ല, സെൻട്രൽ മിഡ്ഫീൽഡ് റോളിലാണ് കളിച്ചിട്ടുള്ളത്. അപ്പോൾ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ എന്തൊക്കെയാണ് റയൽ മഡ്രിഡ് പ്രശ്നങ്ങൾ അതുകൂടി ഉണ്ട്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒരു എന്താ പറയാ കളിയെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു മിഡ്ഫീൽഡ് ഇല്ല എന്നുള്ള. റോഡ്രി ഇപ്പോൾ ബാഴ്സലോണയിൽ പോയപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നൊക്കെ മൊറീനിയോ അതേപോലെ തന്നെ റയൽ മഡ്രിഡിന്റെ ഫാൻസ് ഒക്കെ പറഞ്ഞു. പക്ഷെ സത്യാവസ്ഥ റയലിന്റെ എന്താ പറയാ ശരിക്കും എന്താ പറയാ അവരുടെ ആരാധകർക്ക് അറിയാം റയലിന് ഒരു നല്ലൊരു മിഡ്ഫീൽഡറിന് ആവശ്യമാണെന്നുള്ളത്. ഇപ്പോ ടോണി ക്രൂസും ലൂക്ക മഡ്രിച്ചും അവിടെ വിട്ടിട്ട് പോയ ആ ഒരു ചെയറിലേക്ക് ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഒരാളെ കണ്ടെത്താൻ അവർക്ക് ഒരാളായിട്ട് ലുക്ക മോഡ്രിച്ചിനെ അല്ലെങ്കിൽ ടോണി ക്രൂസിനെ പകരക്കാനായിട്ട് ഒരു മിഡ്ഫീൽഡർ, അത് ഏകദേശം റോഡ്രി ഈ ഒരു സീസണിൽ വരുന്നൊക്കെ പറഞ്ഞു. പക്ഷേ റയൽ മഡ്രിഡ് അത്രമാത്രം ഇമ്പോർട്ടന്റ് കൊടുത്തില്ല ആ സൈനികമുണ്ട്. ആ സമയത്താണ് ബാഴ്സ ശരിക്കും പറഞ്ഞാൽ ഹൈജാക്ക് ചെയ്തു എന്ന് തന്നെ പറയാൻ പറ്റും. എന്താ പറഞ്ഞാല് റോഡ്രിയെ പോലൊരു പ്ലെയറെ സത്യം പറഞ്ഞാൽ റയൽ മഡ്രിഡിന് അത്യാവശ്യമാണ്. അവർക്ക് മിഡ്ഫീൽഡ് ഭരിക്കാൻ ഇനിയിപ്പോ എൻസോ ഫെർണാണ്ടസോ അങ്ങനെ ഏതെങ്കിലും ഒരു നല്ല എന്താ കളിയെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു മിഡ്ഫീൽഡ് ഇപ്പൊ ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇന്നലെ ആർത്തുകുലാറ് കളിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നന്നായിട്ട്. പക്ഷെ അപ്പോഴും കളിയെ നിയന്ത്രിക്കാനാണ് പറയുന്നത്, അല്ലാതെ ഗോൾ സ്കോർ ചെയ്യാനും ഡിഫെൻഡ് ചെയ്യാനും എന്നുള്ള കാര്യമില്ല. കളിയെ നിയന്ത്രിച്ചിട്ട് ആ ഒരു കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മിഡ്ഫീൽഡിനെയാണ്. ബാഴ്സലോണയുടെ കാര്യം മറിച്ചൊന്നുമല്ല. ബാഴ്സലോണയ്ക്ക് ഒരു സ്ട്രൈക്കറെ വേണം. സ്ട്രൈക്കറെ ഒരു പരിധിവരെയൊക്കെ നമുക്കിപ്പോൾ അദാമി പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർ ചെയ്തോളും. പക്ഷെ ഡിഫൻഡർ ആയിട്ട് ഒരു സെൻട്രൽ ഡിഫൻഡർ ആയിട്ട് ഒരു പ്ലെയറെ വേണം എന്നുള്ള കാര്യം പക്ഷെ അത് ബാഴ്സലോണ ഇതുവരെ നോക്കിയില്ല. അങ്ങനെ ഈ രണ്ട് ക്ലബ്ബുകൾക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്നും എടുത്തില്ല. ബാക്കി എല്ലാ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലും എല്ലാ വിങ്ങുകളിലും അതേപോലെ തന്നെ അറ്റാക്കിങ്ങിലും എല്ലാ ഭാഗത്തും നോക്കിക്കഴിഞ്ഞാലും ഡിഫൻസ് നോക്കിക്കഴിഞ്ഞാലും ഗംഭീര സൈന്യങ്ങൾ നടത്തിയ രണ്ട് ക്ലബ്ബുകളും ഈ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് വിട്ടിട്ടുള്ള ഒരു കളിയില്ലാന്നാണ് രണ്ട് ക്ലബ്ബുകളും മുന്നോട്ട് വെച്ചിരിക്കുന്ന നയന്ന് ഈ ഒരു സൈനികളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിൽ എടുത്തു പറയേണ്ടത് ബെർണാർഡോ സിൽവയുടെ കളിയാണ്. ഈ ഒരു പ്രായത്തിലും ഇമാതിരി പെർഫോമൻസ് ഒന്നും പറയാനില്ല. അതേപോലെ തന്നെ ഡിഫൻസ് നോക്കിയാണെങ്കിൽ കൊണാറ്റ ലിവർപൂളിൽ നിന്ന് വന്നിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഹുജിസൺ ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. വിങ്ങുകളിലും അത്യാവശ്യം നല്ലപോലെ എല്ലാം കളി നിയന്ത്രിച്ചിരിക്കുന്നു. അറ്റാക്കിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫോർമേഷന്റെ ഭാഗമായിട്ട് തന്നെ വിനീഷ്യസ് ഒന്നും ഇന്നലെ 0 ഓൺ ടാർഗറ്റ് ആണ്. 0 ഷോട്ടുകൾ, 0 കീ പാസുകൾ, 0 ട്രിബിളിങ്. അങ്ങനെ എന്താ പറയാ ബോള് കയ്യിൽ കിട്ടി റൺ ചെയ്യുന്ന സമയത്ത് എതിർ ടീമിന്റെ പ്ലേയേഴ്സ് അടുത്ത് വന്നാൽ ഈ ചങ്ങായി ഡൈവ് ചെയ്യലാണ്. അങ്ങനത്തെ ഒരു അറ്റംപ്റ്റ് ആണ് ഇന്നലെ മൊത്തത്തിൽ കണ്ടിട്ടുണ്ടായത്. വിനീഷ്യസിന്റെ ഒരു പുതിയ ഇത് കാണുന്നു വിചാരിച്ചു. ഫ്രണ്ട്ലി മാച്ചുകളിലൊക്കെ നല്ല പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ആദ്യ മത്സരത്തിൽ സ്പാനിയോളാണ് അത് ശരിക്കും മൊറീനിയൊക്കെ അറിയാം.
അതേപോലെ തന്നെ മൊറീനിയോയുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ അവന് ഭയങ്കര സൈലന്റ് ആയിട്ട് ഞാൻ ചങ്ങായിക്ക് എന്തോ പറ്റിയെന്ന് ചോദിച്ചു. എന്തോ മുഖമൊക്കെ ഒന്ന് തട്ടിച്ച് വീർത്ത പോലെ ആയിട്ടുണ്ട്. ആള് കൂളൊക്കെ പക്ഷെ ആളുടെ ശരിക്കുള്ള മൊറീനിയോനെ കണ്ടത് അവസാനം ആ 90 മിനിറ്റ് ശേഷം ആ ഒരു എസ്പിയുടെ ആ ഗോള് വന്ന ശേഷമാണ്. എമ്മാതിരി സെലിബ്രേഷൻ പഴയ ആ മൊറീനോ എന്താ പറയാ റയൽ മാഡ്രിഡിനെതിരെ ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ഇന്റർ മിലാനായിട്ട് കളിക്കുന്ന സമയത്ത് ആ ഒരു സെലിബ്രേഷൻ കണ്ടല്ലോ, അതൊക്കെയാണ് ഓർമ്മ വന്നത്. അപ്പോ ആൾക്കാർ മാറിയാലും പ്രായമായാലും ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ പുറത്ത് വരാൻ ഒരു ഗോള് സെലിബ്രേഷൻ ഒക്കെ മതി എന്നുള്ളത് ഇന്നലെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മൊറീനോ ഇനി എന്താണ് ഈ ഒരു ടീമിനെ കൊണ്ട് ഈ ഒരു സീസണിൽ കാണിക്കാൻ പോകുന്നത് നമ്മൾ കണ്ടു തന്നെ അറിയണം. ഇന്നലത്തെ മത്സരത്തിൽ തുടക്കാന്ന് പല ആൾക്കാരും പറയുമെങ്കിലും ഇപ്പോഴും റയൽ മാഡ്രിഡിന്റെ പ്രശ്നം എന്താണ്, അത് അവിടെ തന്നെ കിടക്കാന്നുള്ള കാര്യം നമുക്ക് ഇന്നലത്തെ കളി കണ്ട ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് സ്റ്റാറ്റ്സിലേക്ക് ഒന്ന് പോയി നോക്കിയാൽ, സ്റ്റാറ്റ്സ് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ റയലിന് ഭയങ്കരമായിട്ടുള്ള ആധിപത്യമുണ്ട്, പക്ഷേ ഗോൾ ലൈൻ നോക്കി കഴിയുമ്പോൾ 2-1 അതും 90 മിനിറ്റുകൾക്ക് ശേഷം രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ 5 ഷോട്ടുകളാണ് എസ്പാനോൾ എടുത്തിട്ട് 3 ഓൺ ടാർജറ്റിലേക്കാണ്. അതിൽ ഫസ്റ്റ് ഗോൾ പറയേണ്ട ആ ടീം ഗോൾ ഗംഭീരായിരുന്നു, ഒന്നും പറയാനില്ല. 19 ഷോട്ടുകളാണ് റയൽ മാഡ്രിഡ് എടുത്തിട്ടുള്ളത്. അതിൽ 9 ഓൺ ടാർജറ്റിലേക്ക് ആയപ്പോൾ 10 ഓഫ് ടാർജറ്റ് ആണ്. 66% മാത്രം പൊസിഷൻ ഉണ്ടായിരുന്നുള്ളൂ എസ്പാനോളിന്റെ ഭാഗത്ത്. അവരുടെ ഗോൾ കീപ്പറിന്റെ കാര്യം പറയാനുള്ള കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. 64% റയൽ മാഡ്രിഡിന് പൊസിഷൻ ഉണ്ടായിരുന്നു. 319 പാസുകൾ എസ്പാനോൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 549 പാസുകൾ റയൽ മാഡ്രിഡിന്റെ ഭാഗത്ത് കംപ്ലീറ്റ് ചെയ്തത്. 85% പാസിംഗ് കുറച്ച് ഉണ്ടായിരുന്നു. അവിടെ നോക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് 92% ഉണ്ടായിരുന്നു. 11 ഫൗളുകൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ അവിടെ 7 ഫൗളുകളാണ് റയൽ മാഡ്രിഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. 5 യെല്ലോ കാർഡും അവിടെ 1 യെല്ലോ കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. 3 ഓഫ് സൈഡ് ആണ്, അവിടെ 0 ഓഫ് സൈഡ് ആണ്. കോർണേഴ്സ് എസ്പാനോളിന് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. റയൽ മാഡ്രിഡ് 8 കോർണേഴ്സ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 8 കോർണേഴ്സ് വിൻ ചെയ്തിട്ട് അതിലൊരു ഗോൾ സ്കോർ ചെയ്യാൻ പറ്റിയെന്നുള്ള കാര്യമാണ് ഭയങ്കര എന്താ പറയുക, അവരുടെ ആ ഒരു സെറ്റ് പീസുകളിൽ അവരുടെ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഇനിയും മൊറീനിയോ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, അതേപോലെ തന്നെ റയൽ മാഡ്രിഡിന് പുതിയ ആരെയാണ് സൈൻ ചെയ്യാൻ നിങ്ങൾ കാത്തിരിക്കുന്നത്, നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും റയൽ മാഡ്രിഡിന്റെ 2ാം റൗണ്ട് മത്സരമാണ് ഇന്നലെ കഴിഞ്ഞത്. പക്ഷേ ഇനി നടക്കാൻ പോകുന്ന ആദ്യ റൗണ്ട് മത്സരം ഈ വീക്കെൻഡ് നടക്കാൻ പോകുന്നുണ്ട്. ആരായിട്ടാണ്? റയൽ സൊസൈഡാഡായിട്ടാണ്. അവരായിട്ടുള്ള മത്സരം എന്ന് പറഞ്ഞാൽ ആദ്യ പരീക്ഷണമാണ്. അതേപോലെ തന്നെ ബാഴ്സലോണയുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ ബാഴ്സലോണയ്ക്ക് അറ്റ്ലന്റിക്കോ ക്ലബ്ബായിട്ടാണ് കളി. അപ്പൊ എന്തായാലും 2 ടീമുകളും അഗ്നി പരീക്ഷണമാണ് ഫസ്റ്റ് തന്നെ, തുടക്കത്തിൽ തന്നെ. അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.